ഹിയർ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടി വ്ളോഗ്സ്. ഇറ്റ്സ് മീ ടിനു വർഗീസ്. ഞാൻ എയർലൈൻ ആക്ടിങ് ആണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. കാരണം ഞാൻ ഓൾറെഡി ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഒരു റോഡ് സൈഡിലാണ് നിൽക്കുന്നത്, അതിൻ്റേതായിട്ടുള്ള ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്കത് വിടാം. ഞാൻ പറയാൻ പോകുന്ന സബ്ജക്റ്റ് വേറൊന്നുമല്ല, ഹേമ കമ്മീഷൻ റിപ്പോർട്ട്. ഇത് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ന്യൂസ് ചാനലുകളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഇത് എങ്ങനെ ഏത് രീതിയിൽ എങ്ങനെയാണ് ഈ റിപ്പോർട്ട് വന്നത് അതേക്കുറിച്ചൊക്കെ വന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി എനിക്ക് തോന്നി എൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നേ കോപ്പിറൈറ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ആ വീഡിയോ പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് തുടർന്നുള്ള ചർച്ചയിലോട്ട് പോവാം. അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ ഇപ്പൊ കിട്ടും അറിയോ, വാ കാണാം, ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയുത്. ഞാൻ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, അതിനകത്ത് നമ്മുടെ മലയാള സിനിമയുടെ പെരുന്തച്ഛൻ അല്ലെങ്കിൽ മലയാള സിനിമയുടെ അഭിനയ കുലവതി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ശ്രീ തിലകൻ. അദ്ദേഹം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഡ്രങ്ക്സ് കുടിക്കുകയും അല്ലെ മറ്റുള്ള കാര്യങ്ങൾ, പക്ഷെ അഭിനയത്തിൽ അദ്ദേഹം ഒന്നാം തരം നല്ല കൾട്ട് ക്ലാസിക്കാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോ തീവ്രപരമാണ്. അന്ന് ഈ ന്യൂസ് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലയളവ് ഞാൻ കണ്ടതാണ് ഈ ന്യൂസ്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഈ ഒരു ന്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. കാരണം ഇങ്ങനൊരു സംഭവം നടക്കുമെന്നുള്ള നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ. കാരണം അതൊന്നുമല്ല, ബാക്കിയുള്ള എല്ലാവരെയും നമ്മൾ വിശ്വസിച്ചു. ഇവൻ സൂപ്പർ സ്റ്റാർ അടക്കം ഏകദേശം ആകെ ഒരു കാലയളവ് 5ഓളം താരങ്ങളാണ് ഈ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഭരിക്കുന്നത്. കാരണം അവർക്ക് മുകളിലൊന്നും ഇല്ലായിരുന്നു, ആ ഒരു ലെവലിലാണ്. കാരണം മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ്, അങ്ങനെ ഒരു കാറ്റഗറി ആയിരുന്നു. എല്ലാവർക്കും അറിയാമല്ലോ. പിന്നീട് കാലങ്ങൾ മാറി, കാര്യങ്ങളൊക്കെ മാറി. പിന്നീട് ഞാൻ പറയാൻ പോകുന്ന മെയിനായിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരാതെ വമ്പനായിട്ടുള്ള ഒരു മാഫിയ, ഒരു തീവ്രപരമായിട്ടുള്ള ഒരു മാഫിയ ഗ്രൂപ്പാണ്. ഈ അടുത്തിടെ ഇന്നത്തെ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാനിപ്പം വേണം ഒരു സ്ക്രീൻഷോട്ട് കിട്ടേക്കാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിനയൻ ഒരു ലൈവ് റെക്കോർഡല്ല ലൈവ് വീഡിയോയിൽ വന്നായിരുന്നു. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയല്ല, എല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയായിരുന്നു. വിനയൻ എന്ന് പറയുന്ന കൾട്ട് ക്ലാസിക് എന്നല്ല, അദ്ദേഹം പോലൊരു ഡയറക്ടറിനെ വിലക്കി ഉറച്ച നല്ല ഞാൻ ഇപ്പോൾ പറയുന്നു, മലയാള സിനിമയിൽ നട്ടലുള്ള ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ, അത് വേറെ ആരുമല്ല വിനയൻ. കാരണം അദ്ദേഹം തൊഴിലാളികൾക്കൊപ്പം നിന്നും നിന്നതിൻ്റെ പേരിലും മറ്റും ഒരുപാട് അവഗണനകളെന്നല്ല, അത് തൻ്റെ കരിയർ പീക്ക് ടൈമിൽ തന്നെ ഏകദേശം 12 വർഷത്തോളം അദ്ദേഹം ഇല്ലാതായി. ഇപ്പം ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞാൽ 19-ാം നൂറ്റാണ്ട്. ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ശ്രീ ഗോപാലനാണ്. ആ ഒരു ലേബലുള്ളത് കൊണ്ട് മാത്രമാണ് മമ്മൂട്ടി, മോഹൻലാലും, എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ആ ഒരു ലേബലുള്ളത് കൊണ്ട് മാത്രമാണ് മമ്മൂട്ടി, മോഹൻലാലും ഇന്ന് വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടി വന്നത്. അത് കണ്ടവർക്കും മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിലും ബൈറ്റിലും ഒക്കെ നോക്കുവാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ 15 അംഗ ലോബി ടീം, ആ ഒരു ടീം ഇപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്തോ ഇപ്പം പുതിയ ന്യൂസുകളൊക്കെ വന്ന് തുടങ്ങുന്നു. അതായത് 24, അതല്ലെങ്കിൽ റിപ്പോർട്ടർ, അതുപോലുള്ള ന്യൂസ് ചാനലിലൊക്കെ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാറ്റിയിട്ട് പുതിയ ന്യൂസുകളൊക്കെ വരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നൈസായിട്ട് ഒതുക്കും. പിന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, വലിയ മാറ്റം നമ്മുടെ മലയാള സിനിമ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഒരിക്കലും നടക്കാനും പോകുന്നില്ല. പക്ഷേ
പക്ഷേ എന്നിരുന്നാൽ കൂടി ഞാൻ ചെയ്യാൻ പോകുമ്പം ഒരു ഭയമുണ്ടാകും. അത്ര മാത്രമേ ഉള്ളൂ സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പം പറയുന്ന എന്തുവാ, ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ നിൽക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് ഇപ്പം ഏകദേശം അപ്രിയ നായകൻ, പിന്നെ നമ്മുടെ ഒരു മന്ത്രി, ഇപ്പം ആ മന്ത്രി തന്നെ പറഞ്ഞേക്കുന്നു, അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, വിനയൻ തങ്ങളോടുള്ള എതിർപ്പ് മൂലമാണ് ഇങ്ങനെയൊക്കെ പറയുന്നതിനും. ആ എതിർപ്പ് എന്തുവാണ്? ആ എതിർപ്പ് മൂലം പറയുവാണെങ്കിൽ എന്തെങ്കിലും ഒരു എതിർപ്പ് കാണത്തില്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എതിർപ്പ് വരണമെന്നുണ്ടെങ്കിൽ അത് ഒരു വ്യക്തമായിട്ടുള്ളൊരു കാര്യം കാണണം. അല്ലെങ്കിൽ ചുമ്മാ ആരും വായത്താളം അടിക്കത്തില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ യക്ഷിയും ഞാനും എന്നൊരു സിനിമയിൽ അദ്ദേഹം പിന്നീടാണ് അതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞത്. മാഫിയ ശശിയായിരുന്ന എൻ്റെ സ്റ്റണ്ട് ഡയറക്ടർ അദ്ദേഹത്തെ വരെ പൊക്കിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ മാറ്റി ആ ഒരു ടീം മാഫിയ ശശിയെ പോലെ ഒരു വ്യക്തിയെ മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അദ്ദേഹത്തിൻ്റെ കൂടെ വിനയനെ പോലുള്ള ഡയറക്ടറിൻ്റെ കൂടെ അഭിനയിക്കേണ്ട വ്യക്തികളെ എല്ലാം അല്ലെങ്കിൽ അഭിനേതാക്കളെ എല്ലാം മലയാള സിനിമയിൽ നിന്നും മാറ്റുവാണ്. അങ്ങനെ ഒരു പ്രവണത കണ്ടു തുടങ്ങിയിരുന്നത്. കാരണം ഒരു പക്ഷേ ഈ വിനയൻ എന്ന് പറയുന്ന ഡയറക്ടർ മാറ്റിയിരുന്നില്ലായിരുന്നെങ്കിൽ ഓഫ്കോഴ്സ് 100% ഞാൻ എഴുതി ഉറപ്പിച്ച് കരുതുന്നു, ബാഹുബലി എന്ന് പറയുന്ന ഇതിഹാസം, ബാഹുബലി എന്ന് പറയുന്ന ചലച്ചിത്രത്തിന് മുകളിൽ വേറൊരു ചലച്ചിത്രം വന്നേനെ. പക്ഷേ നമ്മുടെ വിനയൻ സാറെന്ന് പറയുന്ന അദ്ദേഹം നട്ടലുള്ള ഒരു ഡയറക്ടർ, അതുകൊണ്ട് അവരുടെ ചെറ്റത്തരത്തിനൊന്നും കൂട്ടിയുന്നില്ല. ഇത്രയുള്ള കാര്യം. ഏമാ കമ്മീഷൻ വരുമ്പം ഇത്തരം കാര്യങ്ങൾ വെറും 13 വയസ്സുകാരിക്ക് വേണ്ടി കടപ്പറ പങ്കിടുമോ ചോദിച്ചിട്ടുണ്ട്. അത് കാസനോവ എന്ന് പറയുന്ന മലയാള സിനിമയുടെ സെറ്റിൽ വെച്ച് അത് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നടിയുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ 24 അവൈലബിളാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഇത്രയ്ക്ക് അതപ്പതിച്ച ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഞാൻ മലയാളം കാരണം ഇത്രയ്ക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇടാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ, ഞാൻ മലയാള സിനിമയെ അത്രത്തോളം സ്നേഹിച്ചു. കാരണം എൻ്റെ മദർ ടങ്, എൻ്റെ ലാംഗ്വേജ്, ആ ഒരു സിനിമകളിൽ അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയിൽ, അല്ലെങ്കിൽ സിനിമകൾ വിസ്മയത്തോടെ കണ്ട ഒരു വ്യക്തി ഇതിനുള്ളിൽ കാണിക്കുന്നത് ഇത്രയും ചെറ്റത്തരമാണല്ലോ. സോ പത്തച്ചിക്. ഇനി എല്ലാവരും പ്രമുഖർ എന്ന് പറയുന്നു. ഇങ്ങനൊരു വേർഡില്ല എന്നെങ്കിൽ എല്ലാ എണ്ണത്തിൻ്റെ പേര് പുറത്ത് വിടണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, എനിവേ താങ്ക്സ്. ഇസ് മീ ടീനു വർഗീസ് ഫ്രം ടി വ്ലോഗ്സ്.